ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ വീഡിയോസ് ആയിട്ട് ചെയ്യണമെന്നുള്ള സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അത് നോക്കിയിട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൈ ലെവലിൽ തിങ്ക് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. എസ്പെഷ്യലി 6 കാര്യങ്ങൾ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ പറയുന്നത് അവരൊരിക്കലും ഷോർട്ട് ടേം ആയിട്ട് ചിന്തിക്കത്തില്ല എന്നുള്ളതാണ്. ഐ മീൻ അടുത്ത മാസം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നെക്സ്റ്റ് 6 മന്തിനുള്ളിൽ എന്ത് ചെയ്യണം, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ചിന്തിക്കുന്നുണ്ടാവുക. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഹൈ ലെവൽ തിങ്കേഴ്സ് എപ്പോഴും മിനിമം ഒരു 5 വർഷത്തേക്കെങ്കിലും അവർ തിങ്ക് ചെയ്യും. നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ വരാൻ പോകുന്ന 10 വർഷം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓരോ വർഷത്തിലും ഓരോ ഗോളുകളായിട്ട് അവർ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. വരാൻ പോകുന്ന 10 വർഷങ്ങളുടെ സ്ക്രിപ്റ്റ് അവരുടെ കയ്യിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയായിരിക്കും ഹൈ ലെവൽ തിങ്കേഴ്സ് ചിന്തിക്കുന്നുണ്ടാവുക. സാധാരണ ചെറിയ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ അടുത്ത മാസം എങ്ങനെ മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എങ്ങനെ മുന്നോട്ട് പോവാം, അങ്ങനെയൊക്കെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഹൈ ലെവൽ തിങ്കേഴ്സിൻ്റെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരൊരിക്കലും ടൈം വേസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. വെറുതെ സമയം കളയത്തില്ല. ഐ മീൻ വെറുതെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്ന് ടൈം വേസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല. അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗോളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് റിലാക്സേഷൻ കിട്ടാൻ സിനിമ കാണുകയോ അതല്ലെങ്കിൽ കുറച്ച് നേരം സുഹൃത്തുക്കളുമായിട്ട് സ്പെൻഡ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് ഓവറായിട്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദിവസം മൊത്തം സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചിരിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളെ ഉണ്ടാകത്തുള്ളൂ. അവർ ഓവറായിട്ട് ടൈം വേസ്റ്റ് ചെയ്യത്തില്ല എന്നുണ്ട്. ചില ആളുകളുണ്ടല്ലോ വീട്ടിലിങ്ങനെ ഇരുന്ന് ഡെയിലി TV കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെയൊന്നും ടൈം വേസ്റ്റ് ചെയ്യത്തില്ല. അവരെന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വായിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പുതിയ സ്കില്ലുകൾ പഠിക്കും. അങ്ങനെ അവർ ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കും അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവർ ടൈം വേസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യത്തില്ല. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് എപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ ഒരാൾ ചൂടാവുകയാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചും ചൂടാവുന്നു. അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണ്, ഒപ്പീനിയൻ ചോദിക്കുകയാണ്, പെട്ടെന്ന് തന്നെ തൻ്റെ ഒപ്പീനിയൻ പറയുന്നു. അങ്ങനെയൊന്നും ഹൈ ലെവൽ തിങ്കേഴ്സ് ചെയ്യത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അവർ കുറച്ച് ടൈം എടുത്ത് ഇപ്പോൾ ഒരു ഒപ്പീനിയൻ ചോദിച്ചു, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ അല്ലെങ്കിൽ ആലോചിച്ചിട്ട് പറയാം എന്നേ അവർ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ ഇമോഷണലായിട്ട് എന്തൊക്കെയോ പറയുന്നു, തെറി പറയുന്നു, അല്ലെങ്കിൽ ചൂടാവുന്നു, അപ്പോൾ ഒരിക്കലും അതിന് തിരിച്ചും അതുപോലെ അവർ ചെയ്യത്തില്ല. അവർ തിങ്ക് ചെയ്യും, ഇയാൾക്ക് ബുദ്ധിയില്ല, ഈ പറയുന്ന ആൾക്ക് ബുദ്ധിയില്ല എന്നുള്ളത്. അപ്പോൾ ഹൈ ലെവലിൽ തിങ്ക് ചെയ്യുന്ന ആളുകൾ പതിയെ ചിന്തിച്ച് മാത്രമേ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ എന്നുള്ളത് അവരുടെ ഒരു ക്വാളിറ്റിയാണ്. ഇതുപോലെയുള്ള ഒരു ക്വാളിറ്റി നമുക്കും ഉണ്ടാക്കിയെടുക്കണം. അടുത്തൊരു പോയിന്റായിട്ട് പറയുന്നത് അവർക്ക് വലിയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു ഭയം ഇല്ല എന്നുള്ളതാണ്. അവർ ഒരിക്കലും ആയിരങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല. അവർ ലക്ഷങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ കോടികളെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അവർക്കൊരു ബൗണ്ടറി ഒന്നും ഉണ്ടാവില്ല. ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ ഒരു മാസം 50,000 രൂപ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പക്ഷെ ഒരു ഹൈ ലെവൽ തിങ്കർ ചിന്തിക്കുന്നുണ്ടാവുക എനിക്കൊരു 10 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എനിക്ക് ഒരു 2 കോടി എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു 10 കോടി എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും. ആ തിങ്കിങ്ങിന്റെ ബേസ് അനുസരിച്ച് എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ബൗണ്ടറി ഒന്നും ഉണ്ടായിരിക്കത്തില്ല. വലിയ രീതിയിലുള്ള ഇമാജിനേഷൻ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഭയം ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ചിന്തിക്കുന്നതിന് നമുക്ക് ചിലവൊന്നുമില്ലല്ലോ, ചിന്തിക്കാം എത്ര വേണമെങ്കിലും. വലുതായി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് വലുതായിട്ട് വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുക. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ പെട്ടെന്നൊന്നും ഗിവപ്പ് ചെയ്യത്തില്ല. അവർ ആ പാഷനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കുറച്ചൊക്കെ സ്ട്രഗിൾ ഉണ്ടായിരിക്കും, അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഫേസ് ചെയ്താലും അവർ ഗിവപ്പ് ചെയ്യാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ട് അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിനുള്ള ഒരു ക്ഷമ അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരിക്കലും ഗോസിപ്പ് പറയത്തില്ല. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാനോ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് നടക്കാനോ അവർക്ക് സമയമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ.
അത് പറയത്തില്ല. കാരണം അവർക്ക് എനർജി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടായിരിക്കും അവരതിനെ കാണുന്നത്. മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാതിരിക്കുക, നമ്മളെക്കുറിച്ച് സംസാരിക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. മറ്റുള്ളവർ എന്തെങ്കിലും നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൈ ലെവൽ തിങ്കേഴ്സ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചായിരുന്നു. എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഗോസിപ്പ് പറയാതിരിക്കുക, ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് റിപ്ലൈ ചെയ്യാതിരിക്കുക, പിന്നെ അതുപോലെ തന്നെ വലിയ രീതിയിൽ ചിന്തിക്കാൻ ഭയപ്പെടാതിരിക്കുക, ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യാതിരിക്കുക, പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ട് ചിന്തിക്കാതിരിക്കുക. ഇതായിരുന്നു പറഞ്ഞത്. ഒന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.